നമസ്കാരം. ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. സാധാരണയായി ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തരെ സ്വീകരിക്കുന്നവർ സ്വാഭാവികമായും അവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റിയിലെ ആളുകളായിരിക്കും. എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. എന്നാൽ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തിയാൽ ഭക്തരെ സ്വീകരിക്കുന്നത് കാവ്യവേഷത്തിലുള്ള ആളുകളാണ്. കണ്ടാൽ അവിടുത്തെ പൂജാരിമാരെ പോലെ തോന്നുമെങ്കിലും സത്യം പറഞ്ഞാൽ അത് പോലീസുകാരാണ്. അതെ, വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് യൂണിഫോമിന് പകരം കാവ്യവസ്ത്രമാണ് നൽകിയിരിക്കുന്നത്. പുരോഹിതരുടെ രീതിയിൽ വസ്ത്രവും രുദ്രാക്ഷമാലയും ധരിച്ചാണ് പോലീസുകാരെ ചുമതലയ്ക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ മാറ്റം. സംഭവം വിവാദമായിരിക്കുകയാണിപ്പോൾ. കാരണം ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ കാക്കി യൂണിഫോമാണ് ധരിക്കേണ്ടത്. ആ രീതിയൊക്കെ പൊളിച്ചെടുക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ പോലീസുകാർക്ക് കാവ്യവും രുദ്രാക്ഷമാലയും നൽകി ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ നിർത്തിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായാണ് പോലീസിനെ നിയോഗിച്ചത്. എന്നാൽ ഇപ്പോൾ കണ്ടാൽ ക്ഷേത്രത്തിലെ പൂജാരിമാരാണെന്നേ പറയൂ. പുരുഷ പോലീസുകാർക്ക് മാത്രമല്ല, വനിതാ പോലീസുകാർക്കും കാവ്യവസ്ത്രം തന്നെയാണുള്ളത്. തീർത്ഥാടകരുടെ അനിയന്ത്രിത തിരക്ക് നിയന്ത്രിക്കുന്നതിനായാണ് ഈ നടപടിയെന്നാണ് വാരണാസി പോലീസ് കമ്മീഷണർ മോഹിത് അഗർവാളിന്റെ വാദം. തീർത്ഥാടകരുടെ ക്ഷേമം മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്നും 3 ദിവസത്തെ പരിശീലനം ഇവർക്ക് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ കാവ്യവസ്ത്രം ധരിച്ചതുകൊണ്ട് മാത്രം എങ്ങനെയാണ് തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാനാവുന്നത്? കാക്കിയിട്ടാലും കാവ്യയിട്ടാലും നിയന്ത്രിക്കുന്നത് അവർ തന്നെയല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു കാവ്യവൽക്കരണം? സംഭവം വിവാദമായതോടെ വിഷയത്തിൽ ഇടപെട്ട് പ്രമുഖ നേതാക്കളടക്കം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഏത് പോലീസ് മാനുവലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരെ പുരോഹിത വസ്ത്രം ധരിപ്പിച്ചതെന്നും ഉത്തരവിറക്കിയവരെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. യൂണിഫോം ഇല്ലാതെ പോലീസുകാരെ ജോലിക്ക് നിയോഗിച്ചത് വഴി സർക്കാർ സൃഷ്ടിക്കുന്നത് വലിയ സുരക്ഷാ വിഷയമാണെന്നും കാവ്യവേഷത്തിലെത്തി ആർക്കും പോലീസ് എന്ന വ്യാജേന ജോലി ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു. സമാനമായ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളും ഈ ഉത്തരവിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട്. സകലത്തിലും കാവ്യവൽക്കരണം നടത്താനാണ് മോദി സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് സൈനിക സ്കൂളുകൾ RSSന് കേന്ദ്രം കൈമാറിയത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പോലീസിലും മാറ്റങ്ങൾ വരുത്താൻ BJP സർക്കാർ ശ്രമിക്കുന്നതും. രാജ്യം മൊത്തം കാവ്യവൽക്കരിക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ എന്നത് വ്യക്തം. നരേന്ദ്രമോദി സർക്കാരിന്റെ നെറുകെട്ട രാഷ്ട്രീയത്തിലെ അധികാര ദുർവിനിയോഗമാണ് പോലീസുകാരുടെ യൂണിഫോം മാറ്റം എന്നതിൽ സംശയിക്കേണ്ട. ഇനിയിപ്പോൾ സുരക്ഷയ്ക്കായി നിയോഗിക്കുന്നവരെ പിടിച്ച് ക്ഷേത്ര ഭാരവാഹികളാക്കുമോ? അല്ല, പറയാൻ പറ്റില്ല. BJP സർക്കാർ ചെയ്തു കൂട്ടുന്നതൊക്കെ അത്തരത്തിലാണ്. ഏതായാലും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ പുതിയ വസ്ത്രധാരണം സോഷ്യൽ മീഡിയയിൽ ട്രോളുകളിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട്. കാവ്യവസ്ത്രവും രുദ്രാക്ഷമാലയും അണിഞ്ഞ പോലീസുകാരോട് ഇതിനും ഭേദം കാവിക്കോണകം ധരിക്കുന്നതായിരുന്നു നല്ലതെന്നാണ് ജനങ്ങൾ പറയുന്നത്.